ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ഐശ്വര്യയാണെങ്കിൽ വസുന്ധരാമയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ശ്യാമയെ കൂടെ വിളിക്കാൻ പറഞ്ഞതെന്നൊക്കെ. ആ സമയത്ത് വസുന്ധരാമ പറയുന്നുണ്ട് അഖിലിനെ ശ്യാമയും വിളിച്ചാൽ മാത്രമേ അഖിൽ ഈ വീട്ടിലേക്ക് വരത്തുള്ളൂ. അഖിൽ വന്നാൽ പിന്നെ ഞാൻ അവനെ ഈ വീട്ടിൽ നിന്നും വിടത്തില്ല, അതിനുവേണ്ടി മാത്രമാണ് വിളിക്കുന്നതെന്നൊക്കെ പറയുന്നു. വസുന്ധരാമ പറയുന്നുണ്ട് ആനന്ദേട്ടനും മറ്റുള്ളവർക്കും സംശയം തോന്നാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു പണി ശ്യാമയ്ക്ക് കൊടുത്തേക്കാൻ എന്നൊക്കെ പറയുന്നു. ഐശ്വര്യയ്ക്ക് അതുകൂടെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആനന്ദവർമ്മ ശ്യാമയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. ശ്യാമയെ അകലും ഒരുപാട് സന്തോഷത്തോടെ അച്ഛനെ സ്വീകരിക്കുന്നു. അച്ഛൻ പറയുന്നുണ്ട് എന്റെ ബർത്ത്ഡേ പാർട്ടി ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ച് നടത്താനാണ് പ്ലാൻ, നിങ്ങൾ രണ്ടുപേരും വരണമെന്നൊക്കെ പറയുന്നു. അഖിൽ അപ്പോൾ പറയുന്നുണ്ട് ആ വീട്ടിലേക്ക് ഒരു ഫംഗ്ഷനും വരുന്നില്ല, അന്നത്തെ ഫംഗ്ഷനിലാണെങ്കിൽ ഞങ്ങൾ ഒരുപാട് അപമാനിക്കപ്പെട്ടതാണ്, അച്ഛന്റെ ബർത്ത്ഡേ വെളിയിൽ വെച്ച് നടത്തുകയാണെങ്കിൽ അങ്ങോട്ട് വരാമെന്നൊക്കെ പറയുന്നു. ആനന്ദവർമ്മ അപ്പോൾ പറയുന്നുണ്ട് വസുന്ധരാമയാണെങ്കിൽ നിർബന്ധിച്ചാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്, വസുന്ധരാമ പറഞ്ഞിട്ടാണ് നിങ്ങളെ വിളിക്കാൻ വന്നത്. അതുമാത്രമല്ല ഐശ്വര്യയ്ക്കും ഈ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. രണ്ടുപേരും എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷെ അതിനിയും എൻ്റെ അടുത്ത് നടക്കില്ല എന്നൊക്കെ പറയുന്നു. അരുണിന്റെയും അശ്വതിയുടെയും കാര്യവും നിങ്ങൾ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിനൊക്കെ പരിഹാരം കണ്ടേനെ. ഇനി ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നീങ്ങത്തുള്ളൂ, വേറെ ആരും ഇടപെടാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു. എന്തായാലും നിങ്ങൾ രണ്ടുപേരും വരണം, എന്റെ ബർത്ത്ഡേക്ക് എന്റെ മക്കൾ എല്ലാവരും ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ഒരു പ്രശ്നവും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാമെന്നൊക്കെ ആനന്ദവർമ്മ പറയുന്നു. അത് കേൾക്കുമ്പോൾ ശ്യാമയാണെങ്കിൽ അഖിലിനെ ഉപദേശിക്കുന്നുണ്ട് നമുക്ക് പോകാം, അമ്മ ഇനി എന്തെങ്കിലും പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, നമ്മുടെ അച്ഛന്റെ ബർത്ത്ഡേ അല്ലേ, നമുക്ക് പോകാമെന്നൊക്കെ പറയുന്നു. അവസാനം അഖിലും ചെല്ലാമെന്ന് സമ്മതിക്കുകയാണ്. ആനന്ദവർമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു. രണ്ടുപേരോടും വീണ്ടും വരണമെന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദവർമ്മ ഇറങ്ങുന്നു. പിന്നീട് ആനന്ദ നിലയത്തിലേക്ക് അരുന്ധതിയും വിസ്മയും വരുന്നു. വസുന്ധരാമ ഫംഗ്ഷന്റെ കാര്യമൊക്കെ പറയുന്നു. അന്നത്തെ ദിവസം വിസ്മയുടെ പാട്ട് വേണമെന്ന് പറയുന്നു. അരുന്ധതി അപ്പോൾ പറയുന്നുണ്ട് വിസ്മയെ കുറച്ച് തിരക്കാണെന്നൊക്കെ. വസുന്ധരാമ അപ്പോൾ പറയുന്നുണ്ട് ഇതിവിടെ ഒത്തിരി ഒന്നും പാടണ്ടല്ലോ, ഒന്നോ രണ്ടോ പാട്ട് പാടിയാൽ മതി എന്നൊക്കെ പറയുന്നു. വസുന്ധരാമ പാട്ട് പാടാനായിട്ട് വിസ്മയ്ക്ക് അഡ്വാൻസും കൊടുക്കുന്നു. ഇതെല്ലാം ആനന്ദവർമ്മയും കാണുന്നുണ്ടായിരുന്നു. പിന്നീട് അരുന്ധതിയും വിസ്മയും വെളിയിൽ വന്നിട്ട് സംസാരിക്കുകയാണ്. അരുന്ധതിയോട് വിസ്മയ ചോദിക്കുന്നുണ്ട് ഈ പ്രാവശ്യം എങ്ങനെയാണ് പാട്ട് പാടിപ്പിക്കുക, ശ്യാമ വരില്ലല്ലോ എന്നൊക്കെ പറയുന്നു. അരുന്ധതി അപ്പോൾ പറയുന്നുണ്ട് ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിട്ടതല്ലേ, ഈ പ്രാവശ്യവും ശ്യാമയെ നീ കൂട്ടിട്ട് തന്നെ വരണം, നീ പോയി തന്നെ സംസാരിക്കാനെന്നൊക്കെ പറയുന്നു. വിസ്മയ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ പോയി ശ്യാമയോട് സംസാരിക്കാമെന്നൊക്കെ. ആനന്ദവർമ്മ വീണ്ടും ശ്യാമയുടെയും അഖിലിന്റെയും വീട്ടിലേക്ക് ചെല്ലുന്നു. രണ്ടുപേരും ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ. ആനന്ദവർമ്മ അപ്പോൾ പറയുന്നുണ്ട് വിസ്മയും അരുന്ധതിയും ആണെങ്കിൽ വീട്ടിൽ വന്നിരുന്നു, വിസ്മയുടെ പാട്ട് എന്റെ ഫംഗ്ഷൻ്റെ അന്ന് ഫിക്സ് ചെയ്തേക്കുകയാണ് വസുന്ധരാമ, അന്നത്തെ ദിവസം എന്തായാലും മോള് പാട്ട് പാടാൻ പാടില്ല, ഒരു സഹതാപവും അവളോട് തോന്നണ്ട എന്നൊക്കെ പറയുന്നു. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പാട്ട് പാടില്ല എന്നൊക്കെ. അന്നത്തെ ദിവസം അച്ഛന് വാക്ക് തന്നിട്ടും അവള് വന്ന് കണ്ണുനീരോടെ പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ പാട്ട് പാടി പോയതാണ്, ഇനിയും ആവർത്തിക്കത്തില്ല എന്നൊക്കെ പറയുന്നു. ആനന്ദവർമ്മ അപ്പോൾ പറയുന്നുണ്ട് മോള് പാട്ട് പാടില്ലെങ്കിൽ അവർ വേറെ ആരെങ്കിലും ഏർപ്പാടാക്കും, അത് എന്ത് ചെയ്യണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ആനന്ദവർമ്മയുടെ കൂടെ അഖിലും പച്ചക്കറി കടയിൽ എന്നെ ഇറക്കിയേക്കെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കാറിൽ പോകുന്നു. അതേസമയം വിസ്മയാണെങ്കിൽ ഇവർ സംസാരിക്കുന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. വിസ്മയ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവരുടെ പ്ലാൻ ഇതൊക്കെയാണല്ലേ, ഇതെല്ലാം പൊട്ടിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ കരുതുന്നു. വിസ്മയ ശ്യാമയുടെ വീട്ടിലേക്ക് കയറി വരുന്നു. അതിനുശേഷം ബഹളം വെക്കുകയാണ് എനിക്ക് വയ്യായി, ആരെങ്കിലും ഓടി വരുമോ എന്നൊക്കെ ചോദിക്കുന്നു. ശ്യാമ അപ്പോൾ ഓടി വരുന്നുണ്ട്. എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു. വിസ്മയ അപ്പോൾ പറയാണ് എനിക്ക് തല ചുറ്റുന്നു, ശരീരം മൊത്തം തളരുകയാണ്, സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നു. ശ്യാമ അപ്പോൾ ഉടനെ തന്നെ വിസ്മയെ കസേരയിൽ പിടിച്ചിരുത്തുന്നു. അതിനുശേഷം വെള്ളം കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. വിസ്മയ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശ്യാമയാണെങ്കിൽ എന്റെ ഈ കള്ളത്തരത്തിൽ വീണു, ഇനി അടുത്ത നടപടി തുടങ്ങണമെന്നൊക്കെ വിചാരിക്കുന്നു. അതേസമയം ശ്യാമ അകത്ത് പോയതിനു ശേഷം ആലോചിക്കുന്നുണ്ട് ഇപ്പൊ എന്തിനായിരിക്കും വിസ്മയ ഇങ്ങോട്ട് വന്നതെന്ന്. പെട്ടെന്ന് ശ്യാമയ്ക്ക് തോന്നുന്നുണ്ട് പാട്ട് പാടാൻ വേണ്ടി തന്നെ ആയിരിക്കുമെന്നൊക്കെ. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്